മെഡിക്കൽ കോളേജിലെ മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഒരു വിവാദത്തിലേക്കൊക്കെ പോയി, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വലിയ വിവാദത്തിലേക്ക് പോയി. അതവിടെ നിൽക്കട്ടെ, അത് ചെയ്യാനല്ല നമ്മൾ ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇന്നലെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ വ്യാപിക്കുന്നത്? ഇന്നലെയും 79 വയസ്സുള്ള ഒരു ഉമ്മ പോത്തൻകോട് ഇത് മരിച്ചു. അപ്പോൾ അതും ICUയിൽ കയറ്റി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് കൊണ്ടേ ഉമ്മ മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരമാണ് വിഷയം. പക്ഷേ എന്തുകൊണ്ട് ഈ അസുഖം വരുന്നു, എന്താണ് ഇതിന് ചികിത്സ? രണ്ട് കാര്യങ്ങളില്ല, ചികിത്സയുമില്ല. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത്? അവിടെയാണ് ഡോക്ടർ ഹാരിസിൻ്റെ ഒരു പ്രസ്താവന വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അദ്ദേഹം പറയുന്നു, തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകത്തിലോ എല്ലാ സ്ഥലങ്ങളിലും വരുന്നില്ല, കേരളത്തിൽ ഇത് വ്യാപകമായി വരുന്നു എന്നുള്ളതും മാലിന്യം ധാരാളമായി വലിച്ചെറിയുന്നത് കൂടി കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. തമിഴ്നാട്ടിലും കുറേ മാലിന്യമൊക്കെ വലിച്ചെറിയാറുണ്ട്. ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോകുന്നതാണ്, ഇപ്പോൾ ഹൈദരാബാദിൽ പോയിരുന്നു, അവിടെയും കുറച്ചൊക്കെ വലിച്ചെറിയുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഈ വലിച്ചെറിയ പരിപാടി, എല്ലാ സ്റ്റേറ്റിലും പല സ്ഥലങ്ങളിലും പല രൂപത്തിലുണ്ട്. പക്ഷേ അവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഇടുന്നത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണത്തിൽ ഒരു അലംഭാവം ഇപ്പോഴും നമുക്ക് ഉണ്ട്. അത് നമ്മൾ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല. ഒരുപാട് ക്യാമ്പയിനുകളുണ്ട്. ഇപ്പോൾ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ സമ്പൂർണ്ണ മാലിന്യമുക്തമാകും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനമാണ് നടത്തിയത്. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. പിന്നെ കനകക്കുന്നിൽ വിളിച്ച് എല്ലാവരെയും വിളിച്ച് മാലിന്യ മാതൃകകളൊക്കെ പരിചയപ്പെടുത്തി വലിയ സമ്മേളനമൊക്കെ നടത്തി എല്ലാം ഒക്കെ ചെയ്തെങ്കിലും ഒരു സംഭവം പകരമുണ്ടായില്ല എന്നുള്ളത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. നമ്മളിത് ചെയ്യുന്നതിനൊരു പശ്ചാത്തലമുണ്ട്, ഈ വീഡിയോ ചെയ്യുന്നതിന് മറ്റൊരു പശ്ചാത്തലമുണ്ട്. കോഴിക്കോട്ടെ താമരശ്ശേരിക്ക് അടുത്തുള്ള കട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഫ്രഷ് കട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെയും ആളുകൾ തീയിട്ടു. 8-10 ലോറികൾ തീയിട്ടു, വണ്ടികൾ തീയിട്ടു, ഫാക്ടറിക്ക് തീയിട്ടു. ഇപ്പോഴും അതിൻ്റെ പുക, ഇന്ന് രാവിലെയും ചാനലുകൾ കാണുമ്പോൾ അതിൻ്റെ പുക അണഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഇട്ടതാണ്. ആ രീതിയിൽ അവിടെ നടക്കുന്നത്. എന്താണ് ഈ ഫ്രഷ് കട്ട് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? 2020-21 കാലഘട്ടത്തിൽ തുടങ്ങിയ ഫാക്ടറിയാണ്. അതിനെതിരെ ഹൈക്കോടതിയിൽ വലിയ കേസൊക്കെ നടന്നു. ഹൈക്കോടതി അവസരം അവർ അനുകൂലമായൊരു വിധി വാങ്ങി. പഞ്ചായത്ത് ആദ്യം സാങ്ഷൻ കൊടുത്തു. കോഴി മാലിന്യവും അതുപോലത്തെ കാര്യങ്ങളും പിന്നെ സംസ്കരിക്കുന്ന പ്ലാന്റാണ്. പക്ഷേ അതിൻ്റെ അടുത്ത് നല്ല തോടുണ്ട്, നദിയുണ്ട്. അപ്പോൾ തോടിനടുത്തത് കൊടുത്തത് അതിൻ്റെ ലൊക്കേഷൻ തന്നെ ഒരു പ്രശ്നമാണ്. ഒരു മലയുടെ താഴത്ത്, താമരശ്ശേരി പോലുള്ളൊരു സ്ഥലത്ത്, ചുരമൊക്കെ ഉള്ളതിൻ്റെ താഴെയാണല്ലോ താമരശ്ശേരി ചുരത്തിൻ്റെയൊക്കെ അടുത്തുള്ളൊരു സ്ഥലത്തൊരു നദിയുടെ തീരത്ത് ഇത് കൊടുത്തത് തന്നെ ആ ലൊക്കേഷൻ തന്നെ പ്രശ്നമാണ്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് കൊടുത്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആദ്യം അതിൻ്റെ ലൈസൻസ് കിട്ടി, പിന്നെ അവരുടെ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഇല്ലാതെ പോയി, അവരും പ്രതിക്കൂട്ടി നിൽക്കുന്നു. പഞ്ചായത്തിൻ്റെ കാലാവധി കഴിഞ്ഞ ശേഷം പിന്നെ പുതുക്കിയില്ല, ജനങ്ങളുടെ പ്രതിഷേധം ഉള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പുതുക്കി കൊടുത്തു. അതിലും അഴിമതിയും കാര്യങ്ങളുണ്ട്. എന്തായാലും വലിയ സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറച്ചു കാലമായി. ഇന്നലെ ഈ ഫാക്ടറി ഇരിക്കുന്നതിന് 1 കിലോമീറ്റർ മാറി സ്ത്രീകളുടെയും കുട്ടികളുടെയും പൗരസമിതി എന്നൊക്കെ പറഞ്ഞ്, മാലിന്യ വിമുക്ത സമിതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ അപ്പുറമാണ് സമരം. പക്ഷേ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ ഈ സമരം നടക്കുന്നതിൽ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടപ്പോൾ തന്നെ വീണ്ടും മാലിന്യ വണ്ടി വരികയും ഈ മാലിന്യ വണ്ടി വന്നത് കണ്ടുകൊണ്ട് വീണ്ടും ആളുകൾ പ്രകോപിതരാവുകയും അവർ അവിടെ എത്തുകയും 100-300ഓളം പേർ, 100-500ഓളം പേരുണ്ടായിരുന്നു. അവർ വളരെ വലിയ തോതിൽ പോലീസുമായും സംഘർഷമായി, ടിയർ ഗ്യാസ് പൊട്ടിച്ചു, ലാത്തി ചാർജായി. റൂറൽ SP ബൈജു, അദ്ദേഹം പല കാര്യത്തിലും വിവാദ നായകനായി നിൽക്കുന്ന ഒരു SP ആണ്. അപ്പം തിരുവനന്തപുരത്തിരുന്നപ്പോഴും ഈ നമ്മുടെ ഷാഫി പറമ്പലിനെ തല്ലിയതിലൊക്കെ വിഷയത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇന്നലെ നന്നായി പല്ലിന് പ്രശ്നം, മുഖത്തടി കിട്ടി, പല്ലിന് പ്രശ്നങ്ങളുണ്ട്. ഡെൻ്റൽ ഹോസ്പിറ്റലിലും അവിടുത്തെ മെഡിക്കൽ കോളേജിലൊക്കെ കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 SIമാരുടെ കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു. വ്യാപകമായ രീതിയിലാണ് അവിടെ ഇന്നലെ പോലീസിനും ആക്രമണത്തിൽ പരിക്കേറ്റത്. ജനങ്ങൾക്കും പരിക്ക്, 10-25 ആളുകൾക്കും നല്ല പരിക്കേറ്റു. തീയിട്ടു. വലിയ വലിയ പ്രതിഷേധത്തിൽ ഇന്ന് അവിടെ ഹർത്താലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, വളരെ ഗുരുതരമായ മാലിന്യ സംസ്കരണം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതേസമയം തന്നെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ മാലിന്യം നന്നായി സംസ്കരിക്കുമുണ്ട്. മൊത്തം മാലിന്യം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ സംസ്കരിച്ചില്ലെങ്കിലും അവിടുത്തെ ഈ വെർമി കമ്പോസ്റ്റ് പ്ലാന്റൊക്കെ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തുമ്പൂർ മൂഴി എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ കേരള സമൂഹത്തെ വളരെ കൃത്യമായി ശുചിത്വമായി സൂക്ഷിക്കാൻ, പ്ലാസ്റ്റിക് ഇല്ലാത്ത റോഡുകൾ വരുത്താൻ, അല്ലെങ്കിൽ വേസ്റ്റ് വലിച്ചെറിയപ്പെടാത്ത റോഡുകളെ, വലിച്ചെറിയപ്പെടാത്ത പുഴകളെ, തോടുകളെ, നദികളെ കാണാൻ ഒന്നുമില്ല എന്നുള്ളത് ഗുരുതരമായൊരു പ്രതിസന്ധിയാണ്. വിളപ്പിശാല ഫാക്ടറി തുടങ്ങി. എന്തുകൊണ്ട് വിളപ്പിശാല ഫാക്ടറി നിർത്തേണ്ടി വന്നു? അത് മര്യാദയ്ക്ക് നടത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് നിർത്തേണ്ടി വന്നത്, അല്ല ആളുകളല്ല പ്രശ്നം. എന്തുകൊണ്ട് ഫ്രഷ് കട്ട് ഫാക്ടറിയിൽ ആളുകൾക്ക് പ്രതിഷേധം വരുന്നു? അവർ തുടങ്ങി, കുറച്ചു കാലം ഓടിച്ചപ്പോൾ അവിടെ മാലിന്യം വരുന്നതുകൊണ്ടാണ്. അവിടെ വരുന്ന മാലിന്യത്തിൻ്റെ അവശിഷ്ടം
വെള്ളത്തിലും അതുപോലെ വായുവിലും അന്തരീക്ഷത്തിലും ഒക്കെ വന്ന് അവിടുത്തെ ആളുകൾക്ക് രോഗം വരുന്നതുകൊണ്ടാണ് അവർ സമരത്തിൽ വന്നത്. എന്തുകൊണ്ടത് അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാന്റ് നടത്താൻ നമുക്ക് ഫ്രഷ് കട്ടിലായാലും തിരുവനന്തപുരത്തായാലും കഴിഞ്ഞില്ല. ബ്രഹ്മപുരം പ്ലാന്റ് നമ്മൾ കത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് മുതലാളിമാർ കത്തിച്ചു എന്നും അല്ലാതെ കത്തിയെന്നും പല വാദങ്ങളുണ്ട്. എന്തായാലും ബ്രഹ്മപുരം ഫാക്ടറി കത്തി വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് കൊച്ചി ഭാഗത്തുണ്ടായത്. വലിയ ഗ്യാസും പുകയുമായിട്ട് എത്രയോ പേർക്കാണ് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമൊക്കെ വന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ എന്ത് പ്രഖ്യാപനം നടത്തിയാലും എന്തുകൊണ്ട് മലയാളി സമൂഹം ഒന്നടങ്കം മാലിന്യമുക്തത്തിന് വേണ്ടി അല്ലെങ്കിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നില്ല? എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞാലൊക്കെ പ്രശ്നം തീരുമോ? മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ ടാക്സ് മേടിക്കുന്നില്ലേ? അപ്പോൾ പ്രൈമറി ഇത് ആരുടെ ഉത്തരവാദിത്വമാണ്? അപ്പോൾ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വെച്ചതുകൊണ്ട് മാത്രം തീരുന്നൊരു വിഷയമല്ല ഇത്. ഇതിനകത്ത് വളരെ കൃത്യമായി ചില ദർശനം ആവശ്യമുണ്ട്. എനിക്കത് അതുമായി ബന്ധപ്പെടുത്തി ഞാൻ ശുചിത്വ മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. നല്ല നാട് നല്ല വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാമ്പയിൻ തന്നെ ലോഞ്ച് ചെയ്തു. പക്ഷേ ഗവൺമെൻറ് മാറിയതുകൊണ്ട് പിന്നെ പുതിയ ഗവൺമെൻറ് ആ ക്യാമ്പയിൻ മുമ്പോട്ട് കൊണ്ടുപോയില്ല. കാരണം അങ്ങനെയാണല്ലോ, ഒരു ഗവൺമെൻറ് കൊണ്ടുവരുന്ന ക്യാമ്പയിൻ അടുത്ത ഗവൺമെൻറ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നില്ല. പക്ഷേ എന്തായാലും അതുകൊണ്ട് ശുചിത്വ മിഷനുമായും ചില ബന്ധങ്ങൾ എനിക്ക് നന്നായുണ്ട്. പക്ഷേ എനിക്കൊരു വലിയ കൃത്യമായ ഒരു വിമർശനം, അത് ശുചിത്വ മിഷനെക്കുറിച്ചും ഈ സംവിധാനത്തെക്കുറിച്ചുള്ളൊരു വിമർശനം, ഒരു കൃത്യമായ വിഷൻ ഡോക്യുമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ദർശനമില്ല, ഒരു കാഴ്ചപ്പാടില്ലായ്മയുണ്ട്. ശുചിത്വ മിഷനാവട്ടെ സർക്കാരുകൾക്കാകട്ടെ, അത് UDF ആവട്ടെ LDF ആവട്ടെ. അന്ന് ഞാനൊക്കെ കൂടി നല്ലൊരു ശ്രമം നടത്തിയതാണ്. അന്നിരുന്ന ഡോക്ടർ ജോർജ് ചാക്കച്ചേരി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ സർവീസിലില്ല, റിട്ടയർ ആയതിനു ശേഷം മറ്റ് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ സീരിയസ് ആയ ഒരു എഫർട്ട് എടുത്തിട്ട് ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഒരു പോളിസി, ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അവസാന ഘട്ടമൊക്കെ ആയപ്പോൾ ആ ഗവൺമെൻറ് അവസാന ഘട്ടമായതുകൊണ്ട് വേണ്ടത്ര പോയില്ല. പക്ഷേ അത് മുന്നോട്ട് പോയിട്ടില്ല. എന്താണ് നമുക്കുണ്ടാകേണ്ട ഒരു വിഷൻ? ഒന്നാമത്തെ വിഷൻ എന്ന് പറയുന്നത് ഇതിലൊരു സെൻട്രലൈസ്ഡ് പ്ലാന്റ് കൊണ്ടുവന്നേ കഴിയൂ കേരളത്തിൽ. അതിനകത്ത് ഒരു ന്യായമില്ല. അതുപോലെ തന്നെ മിഡ് ടേം പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ മീഡിയം പ്ലാന്റുകളും കൊണ്ടുവന്നേ കഴിയൂ. അത് കഴിഞ്ഞാണ് ലോവർ ലെവലിൽ വരുമ്പോഴും ചെറിയ ചെറിയ പ്ലാന്റുകളും പിന്നെ ഹൗസ് ഹോൾഡ് കൊണ്ട് മാത്രം തീരില്ല. ഇത് വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം തീരില്ല. തിരുവനന്തപുരം നഗരത്തിൽ വെളപ്പിൽശാല ഫാക്ടറി പൂട്ടിയതിന് ശേഷം മാലിന്യ സംസ്കരണം വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. പക്ഷേ ഇപ്പോൾ മാലിന്യ സംസ്കരണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെവിടെ പോയി ഈ മാലിന്യം? വലിയൊരു ചോദ്യമല്ലേ. ആളുകൾ കുഴിച്ചിടുന്നു. എല്ലാ വീടുകളിലും ഇത് മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടോ? അതോ ചാലയിലും, അത് തിരുവനന്തപുരത്തെ ചാലയിലും പാളയത്തും പ്രധാനപ്പെട്ട മണക്കാടും ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലെ വേസ്റ്റ് എങ്ങോട്ട് പോകുന്നു? ഇതെവിടെയാണ് കൊണ്ട് കൂട്ടിയിടുന്നത്? ഇതെവിടെയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെയാണ് കത്തിക്കുന്നത്? ഇപ്പോഴും നഗരത്തിലെ പല സ്ഥലങ്ങളിലൂടെ നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പാവപ്പെട്ടവരാണ്. ഹരിതകർമ്മസേനക്കാരും ശുചീകരണ തൊഴിലാളികളുമൊക്കെ, ഹരിതകർമ്മസേനക്കാർ പ്ലാസ്റ്റിക് എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ശുചീകരണ തൊഴിലാളികൾ അവിടെ കൂടിയിട്ട് തീയിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തീയിടുന്ന രീതികൾ, മാലിന്യ സംസ്കരണത്തിന് പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കാത്ത പ്രശ്നങ്ങൾ, നയത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് മാലിന്യ സംസ്കരണം പോകുന്നത്. പിന്നെ ആളുകളുടെ ഒരു സ്വഭാവത്തിൻ്റെ ശീലം കൊണ്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളെല്ലാം മാരേജിന് പോകുന്നു. ഞാനൊരു കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇത് പറയുന്നതാണ്. വിവിധ ക്ലാസ്സുകളിലും സെമിനാറുകളിലും ഒക്കെ പറയുന്നതാണ്, ചാനലിലും ഒക്കെ പറയുന്നതാണ്. നമ്മളെല്ലാം മാരേജ് പോലുള്ള ഫംഗ്ഷനുകൾക്ക് പോകുന്നതാണ്. ആൾക്കൂട്ടമുള്ള ഫംഗ്ഷനുകൾക്ക് പോയാൽ ഭക്ഷണത്തിന് മുമ്പേ കൈ കഴുകുന്നവർ വളരെ കുറവാണ്. നമുക്ക് വിരലിലെണ്ണാവുന്നവരെ കൈ കഴുകത്തുള്ളൂ. കഴിഞ്ഞിട്ടെല്ലാവരും കഴുകും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഒരു ശീലത്തിൻ്റെ കാര്യം പറയാനാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. ഹൈജീൻ്റെ കാര്യത്തിൽ നമ്മൾ കുളിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ നമ്മുടെ ഹൈജീൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് നമുക്ക്. അത് വ്യക്തി ശുചിത്വത്തിലും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. പഴയൊരു തലമുറ ഉണ്ടായിരുന്നു, കാർഷിക സംസ്കൃതിക്ക് ഉണ്ടായിരുന്ന, മുറ്റത്ത് നദിയും തോടും കുളവും വെള്ളമൊക്കെ ഉണ്ടായിരുന്ന ചാടി കുളിക്കുന്ന, പലവട്ടം കുളിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ബാത്റൂമിലേക്കൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് രോഗത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം അങ്ങനെ കൃത്യമായി 2 നേരമൊക്കെ കുളിച്ചു പോകുന്ന ശീലമൊക്കെ മലയാളി കുറച്ചു. അതുമാത്രമല്ല, വൈറസ് വന്നപ്പോൾ നമ്മൾ വലിയ രീതിയിൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ കൈ കഴുകുകയും ശുചിയൊക്കെ നോക്കി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഹാൻഡ് വാഷൊക്കെ അങ്ങ് നിർത്തി. അപ്പോൾ അതിൻ്റെ ഒരു ശീലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് ഒരു വശത്ത്. മറുവശത്ത് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. മൂന്നാമതൊരു കാര്യമെന്ന് പറയുന്നത് കറക്റ്റായ നിയമം പാലിക്കപ്പെടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. കുറച്ചുപേരെ പിടിച്ച് ജയിലിൽ ഇടണമെന്നേ, കുറച്ചുപേരെ പിടിച്ച് അകത്തിടണം, അപ്പോഴാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം നമുക്കില്ല. ചില നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുഴയിലേക്ക് വലിച്ചെറിഞ്ഞാൽ 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നെങ്കിലും അത് കർശനമായി വന്നിട്ടില്ല. കോഴി വേസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് നല്ല ധാരണയില്ല. അതുപോലെ തന്നെ മറ്റ് ഇറച്ചി വേസ്റ്റുകളെ സംബന്ധിച്ചും എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, സാങ്കേതിക വിദ്യകൾ ഇനിയും വികസിപ്പിച്ചിട്ടില്ല. അത് വേസ്റ്റിലെ മാലിന്യമാകട്ടെ, പ്ലാസ്റ്റിക് വരെയുള്ള ജൈവ മാലിന്യങ്ങൾ ഏതായാലും അത് സംസ്കരിക്കുന്നതിനുള്ള പ്രോപ്പറായിട്ടുള്ള സാങ്കേതിക രീതി കേരളത്തിലില്ല. പൈപ്പ് കമ്പോസ്റ്റ് പോലുള്ളതൊന്നും ഒരു പരിഹാരമല്ല.
2 എന്ന് പറയുന്നത് കൃത്യമായ നിയമങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. 3 എന്ന് പറയുന്നത് നിയമം കർശനമായി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. 4 എന്ന് പറയുന്നത് ആബാലവൃത്ത ജനങ്ങളിലും ഒരു ആറ്റിറ്റ്യൂഡണൽ ചേഞ്ച്, ഒരു ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, ഒരു IEC BCC, ഒരു ആറ്റിറ്റ്യൂഡണൽ ചേഞ്ചിനുള്ള, ഒരു മനോഭാവ മാറ്റത്തിനുള്ള, ഒരു ശീല മാറ്റത്തിനുള്ള വളരെ ഗുരുതരമായ, വളരെ ഗൗരവതരമായ ഒരു പ്രോസസ്സ് കേരളം ആരംഭിക്കണം. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ദർശനം ശുചിത്വ മിഷനുമില്ല, നമ്മുടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കുമില്ല. അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. തുടങ്ങിയിടത്ത് ഞാൻ വരുന്നു. ഗുജറാത്തിൽ പ്ലേഗ് ഉണ്ടായത് ഒരു ദിവസം കൊണ്ടല്ല, നിരവധി വർഷങ്ങളുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ്. ഗ്രീക്ക് സാമ്രാജ്യമില്ലാതെയതിൻ്റെ ഒരു കാരണം പകർച്ചവ്യാധികൾ കൂടിക്കൊണ്ടാണ്. നമുക്കിപ്പോൾ വിവിധ ഇനം പനികൾ വരുന്നു, അമീബ മസ്തിഷ്ക ജ്വരം വരെ വന്നിട്ടും എന്താണ് കാരണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ സാങ്കേതിക ശാസ്ത്ര വിഭാഗത്തിനും ആരോഗ്യ വിഭാഗത്തിനും കഴിയുന്നില്ല. എന്താണ് പരിഹാരമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇത് ലോകത്തെല്ലായിടത്തും വരാത്തത് കൊണ്ട് ഇതിന് മരുന്ന് കണ്ടുപിടിക്കാനും സമയമെടുക്കും. കാര്യം കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യത്തിന് മറ്റുള്ള രാജ്യക്കാരായിരുന്നു മരുന്ന് കണ്ടുപിടിച്ച് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്, ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. നമ്മുടെ മാലിന്യ സംസ്കരണത്തിൽ നമ്മളിപ്പോഴും പഴഞ്ചന്മാരാണ്, വളരെ മോശക്കാരാണ്. പ്രാകൃതക്കാരെന്ന് പറഞ്ഞാൽ പോരാ, പ്രാകൃതക്കാർ ഇതിനേക്കാൾ എത്രയോ മെച്ചമായി മാലിന്യം സംസ്കരിച്ചിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഈ മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ അതിപ്പോൾ അവിടുത്തെ താമരശ്ശേരിയിലെ വിഷയമായാലും വിളപ്പിശാല വിഷയമായാലും ബ്രഹ്മപുരം വിഷയമായാലും കേരളത്തിലേത് ഗ്രാമം എടുത്താലും ഏത് നഗരമെടുത്താലും മാലിന്യം ഇപ്പോഴും വലിയൊരു കിറാമുട്ട് തന്നെയാണ്. അതിനുള്ളൊരു വിഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.